ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഏത് അപ്പത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റുള്ള ഇതുണ്ടാക്കാനായിട്ട് മതി. രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കും അതുപോലെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് മടിച്ച് നിൽക്കുന്ന ആൾക്കൊക്കെ ഹെൽപ്പാവട്ടെ ഇത്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, നൈറ്റിലേക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ഇതാ സ്പൈസസ് ഒക്കെ ഇട്ടെടുക്കുകയാണ്. ഒരു ബേ ലീഫ്, കുറച്ച് കുരുമുളക്, അതുപോലെ പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വഴറ്റി കൊടുക്കുക. ഗോൾഡൻ കളറൊന്നും ആവണ്ട, അതിൻ്റെ പച്ചമണം മാറിയാൽ മതി. ഗോൾഡൻ കളർ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഐറ്റംസൊക്കെ ഗോൾഡൻ കളറൊക്കെ ചേഞ്ച് വന്നാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളറും ആകെ മാറിപ്പോവും. നല്ല പ്യുവർ വൈറ്റ് കളറായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അതുപോലെ തന്നെ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. 1-ാം പാല് ലാസ്റ്റിൽ ഒഴിക്കുന്നതാണ്. 2-ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഇതുവരെ ചെയ്തത് വെള്ളത്തിലാണ്, പക്ഷേ ഈ ഒരു ടൈം മാത്രമാണ് 2-ാം പാൽ ഉപയോഗിച്ച് വേവിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റൊക്കെ സെയിം ആണ്. വെള്ളത്തിലും അതുപോലെ പാലിലും വേവിച്ചെടുത്തതൊക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒരു വലിയ ഉള്ളിയുടെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് എടുക്കാം. പച്ചമുളകും നടുകെ പിളർന്നതിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും ഗോൾഡൻ കളറൊന്നും ആവണ്ട, അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ്, 5 ബീൻസ്, ചെറിയൊരു വലുപ്പത്തിലുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിങ് കഴിഞ്ഞാൽ നമ്മൾക്ക് പാലൊഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാലാണ്. 1/4 കപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ആക്കി കൊടുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാലില്ലാണ്ട് വെള്ളത്തിലും വേവിച്ച് കൊടുക്കാം കേട്ടോ. പാലൊഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തല്ലേ, പൊട്ടറ്റോ ഒക്കെ വേഗം തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഇടുന്ന 3 പച്ചമുളകാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ഫൈനലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാനുണ്ട്. അത് മാത്രമാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയും അതുപോലെ ഈ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പക്ഷെ കൂടുതൽ എരിവ് ഉണ്ടാകാൻ പാടില്ല ഈ കറി. അങ്ങനെ ഇതാ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതാ വെന്തിട്ടിട്ടുണ്ട്. വെള്ളം ഇത്ര മാത്രം വറ്റിയാൽ മതി കേട്ടോ. നല്ല പോലെ വെള്ളം കുറുകിപ്പോകാൻ പാടില്ല. വെള്ളമല്ല, തേങ്ങാപ്പാൽ കുറുകിപ്പോകാൻ പാടില്ല. അപ്പോൾ അത് പിരിഞ്ഞ പോലെ തന്നെ ഉണ്ടായാൽ, അപ്പോൾ അതൊന്നും കണ്ടിട്ട് ടെൻഷനായൊന്നും വേണ്ട. അങ്ങനെ തന്നെയാണ് ഉണ്ടായാൽ. തേങ്ങാപ്പാൽ നല്ലപോലെ തിളപ്പിച്ചതല്ലേ നമ്മൾ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. തേങ്ങാപ്പാൽ തിളച്ചപ്പോൾ അതൊക്കെ ഒന്ന് കറിയിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കോൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷമാണ് കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യുക. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി. ഗരം മസാലപ്പൊടി ഇതാ ഒരു പിഞ്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കമൻസിലൂടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ ഈ റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.